Hello YouTube. Good morning. ചുമ. ഇന്നിപ്പോൾ തീയതി 17 ട്യൂസ്ഡേ മാർച്ച്. ഞാനിപ്പോൾ മാഞ്ചസ്റ്ററിലല്ല, വാറിങ്ടണിലാണുള്ളത്. ഇന്ന് എനിക്ക് രാവിലെ തന്നെ മാഞ്ചസ്റ്ററിൽ പോകേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് പൊട്ടി. ഫോണിൻ്റെ ഗ്ലാസ് ഉണ്ടോ? അപ്പോൾ ഇത് റെഡിയാക്കണം. ഇത് റെഡിയാക്കാനായിട്ട് നമുക്ക് പോകേണ്ടത് മാഞ്ചസ്റ്ററിലെ ആപ്പിൾ സ്റ്റോറിലാണ്. നാട്ടിൽ പോയപ്പം പൊട്ടിയതാണ്. നാട്ടിൽ പോയപ്പോൾ ഒരു ദിവസം താഴെ വീണു. ആപ്പിൾ കെയർ ഉള്ളത് കാരണം അധികം പൈസ ഒന്നും ആകത്തില്ല. അവിടെ പോയി ആദ്യമായിട്ട് പോയി ആപ്പിൾ കെയറിൻ്റെ ബെനിഫിറ്റ് എന്തുവാന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇനിയിപ്പോൾ പല്ല് തേക്കണം. പല്ല് തേക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബ്രഷും പേസ്റ്റും. അപ്പോൾ പല്ല് തേച്ച് കുളിച്ച് നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ട്രെയിൻ പിടിച്ച് പോകണം. ഇപ്പോൾ സമയം 8:30, 9:30ക്കാണ് ട്രെയിൻ. അരമണിക്കൂർ നടക്കാനും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സീ യു. അയ്യോ, അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഇറങ്ങി. മുടിയൊന്നും ഇങ്ങിയിരിക്കുന്നത് അതുകൊണ്ടോ. വീട്ടിൽ നിന്നപ്പോൾ ഇറങ്ങി. സമയം 9 മണിയായി. 23 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങോട്ട് നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഇന്ന് 11 ഡിഗ്രിയാണ്. പക്ഷെ ഞാൻ ജാക്കറ്റ് എടുത്തില്ല. നല്ല വെയിൽ കണ്ട കാരണം ഹുഡി ഇട്ടിട്ടുണ്ട്. കാറ്റുണ്ട്, തണുപ്പുണ്ട്. ജാക്കറ്റ് എടുക്കാമായിരുന്നു, പക്ഷെ ഓക്കെ, കുഴപ്പമില്ല. വെട്ടപ്പതേ കയ്യിലൊരു ഓറഞ്ച് ഉണ്ട്. ഇനി ഓറഞ്ച് കഴിക്കണം. ഇത് ചെറിയ ഓറഞ്ചാണ് കേട്ടോ, മറ്റേ വലിയ ടൈപ്പ് ഓറഞ്ച് അല്ല ഇവിടെ. ഇതിന് പീലേഴ്സ് എന്ന് പറയും. എന്നാൽ ഓക്കെ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. സൂര്യവെളിച്ചത്തിന് അത്രയും പവർ ഇല്ലാതിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. വെട്ടം അങ്ങോട്ട് നമ്മളെ ചൂടാക്കണില്ല. ഹുഡിട്ടു ജാക്കറ്റ് എടുക്കാൻ വിട്ടതിൽ ഖേദിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നോക്കി നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് വഴിയിലുള്ള കാഴ്ചകളും കാണിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ആയത് കാരണം ആരുമില്ല. 1-2 പേരൊക്കെ എങ്ങോട്ടൊക്കെയോ പോകുന്നു. എന്നെ പോലെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ച് പേരൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പേര് ഒരു സ്കേറ്റിംഗ് കൂടെ പോകുന്നു. ഇവിടെ അടുത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിൻ്റെ അവരുടെ ഒരു ക്യാമ്പസ് ഉണ്ട്. അവിടത്തേക്ക് സ്റ്റുഡൻസൊക്കെ രാവിലെ പോകുമായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ബാങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് വാറിങ്ടൺ ബസ് സ്റ്റേഷൻ. അതാണ് വാറിങ്ടൺ റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കയറി. പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നാണ് എനിക്കുള്ള ട്രെയിൻ മാഞ്ചസ്റ്ററിലോട്ടുള്ളത്. നോർമലി ട്രെയിൻ പാൽ അല്ലെങ്കിൽ ട്രെയിൻ ലൈൻ എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാറ്. ചീപ്പാണ്. 2 ആപ്പും നല്ലതാണ്. പക്ഷേ അവിടെ പോയി എടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുമ്പോൾ ചില സമയത്തൊന്നും അവർ റെയിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നോർമൽ റേറ്റ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ മാഞ്ചസ്റ്റർ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ വെളിയിലോട്ട് ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഇറങ്ങണം. ഈ റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ആദ്യമായിട്ട് UK വന്നിട്ട് ലണ്ടനിൽ നേരെ വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. സോ ഈ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മോസ്റ്റ്ലി ഇവിടെ നിന്നാണ് ജോലിക്ക് പോയതും ഒക്കെ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസാണ് മാഞ്ചസ്റ്റർ ഓക്സ്ഫോർഡ് റെയിൽവേ സ്റ്റേഷൻ.
ഇനിയിപ്പം കൂട്ടുകാരൻ വരുന്നുണ്ട്, അവനെ കണ്ടുപിടിക്കാനായിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവനെ കണ്ടുപിടിക്കണം, എന്നിട്ട് നേരെ ആപ്പിൾ സ്റ്റോർ പോകണം. ഗായ്സ്, അതാ കൂട്ടുകാരൻ എത്തിയിരിക്കുന്നു. വെൽക്കം ബേസ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നേരെ ആപ്പിൾ സ്റ്റോറിലോട്ട് നടക്കുകയാണ്. 11:30-ക്കാണ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. ഇതാണ് മാഞ്ചസ്റ്റർ മാർക്കറ്റ് സ്ട്രീറ്റ്. മാഞ്ചസ്റ്ററിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാ ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആരൻഡേൽ മാള്. ഇതിനകത്താണ് ആപ്പിൾ സ്റ്റോർ ഉള്ളത്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. പിന്നെ പൊതുവേ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി എപ്പോഴും കാണും. ആരെങ്കിലും ഡാൻസ് കളിക്കുന്നതോ അല്ലെങ്കിൽ ചില സമയത്ത് വയലിനോ പിയാനോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാം. നല്ല നല്ല അടിപൊളി ഒരു വൈബ് സ്ഥലമാണ് മാർക്കറ്റ് സ്ട്രീറ്റ്. നമുക്കിതിനകത്തോട്ടാണ് പോകേണ്ടത്. എന്താ പറഞ്ഞ? എല്ലാം കഴിച്ചോ? എന്ത് ഗൈസ്, അത് നോക്കൂ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഔട്ട്ലെറ്റ്. അതാ നോക്കൂ, വിക്ടോറിയ സീക്രട്ട്, ഓൾ സെയിൻസ്, ഹോളിസ്റ്റർ. അതാ നോക്കൂ, ആപ്പിളിൻ്റെ ലോഗോ. നമുക്ക് അവിടെയാ പോകേണ്ടത്. ഗായ്സ്, അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഫോണിപ്പോൾ കൊടുക്കും. ഗായ്സ്, ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി. അവർ പറഞ്ഞു 11:30 അല്ല, ഇപ്പോൾ 11 മണിയായി, 12:30 ആകുമ്പോൾ ചെല്ല്. പിന്നെ അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യലെന്നും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, വീഡിയോ ഷൂട്ട് ചെയ്യണം. ഞങ്ങളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു ചെല്ലണം. അപ്പോൾ ഞങ്ങളാണ് മാളിൽ നിന്ന്, അതാണ് ആരൻഡേൽ മാൾ. അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പോവുകയാണ് ഗൈസ്. ചുമ്മാ കാപ്പിയെല്ലാം കിട്ടുമോ നോക്കട്ടെ. ക്യാമറക്കാർ പോകുന്നു ഗൈസ്. ഞങ്ങളപ്പോൾ നേരെ അവിടോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നൈസായിട്ട് ഭക്ഷണം കിട്ടും, പൈസ കൊടുത്താൽ. അപ്പോൾ വേദർ സ്പൂൺ എന്ന് പറയുന്ന ഒരു കടയുണ്ട്, അവിടെ പോയി നോക്കട്ടെ. അവിടുത്തെ ഒരു മെയിൻ പബ്ബാണ്, പക്ഷേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ പോയി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ ഗൈസ്. ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ടോസ്റ്റും കോഫി. ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റ് വിത്ത് ബേസിൽ. It's the 360. It's not 360. It looks cool. It's just 190. Cool. And this is the grip for it. Yeah. Is it good? It's good. ഒന്നുമില്ല, ഞങ്ങളായിട്ട് ഇവിടെ കളക്ഷന് വേണ്ടി വന്നിട്ട് പുള്ളി പറഞ്ഞു സാധനം കൊള്ളാമല്ലോ. അത് ആക്ഷൻ ക്യാമിന് ഫാൻസായി വരുന്നുണ്ട്. അപ്പോൾ എന്തോ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യും, ഫോൺ റെഡി ആയിട്ടുണ്ട് പിക്കപ്പിന്. അപ്പോൾ കറക്റ്റ് സമയം 12:30 പിക്കപ്പിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക ഗായ്സ്. ഫോൺ റെഡിയാക്കി കിട്ടി, എല്ലാം പക്ക എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ക്യാമറയ്ക്ക് വീണ്ടും ക്വാളിറ്റി വന്നു. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ
മാഞ്ചസ്റ്ററിനോട് ഞാൻ വിട പറയുകയാണ്. ഞാൻ തിരിച്ച് വാറിംഗ്ടണിലോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എത്ര മണിക്കാ? 3 മണിക്ക് ട്രെയിൻ. അപ്പോൾ ഞാൻ വാറിംഗ്ടണിലേക്ക് പോവുകയാണ്. ഇവൻ തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ഗൈസ് തിരിച്ച് എവിടെ എത്തിയത്? വാറിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. ഇനി ഏകദേശം ഒരു 30 മിനിറ്റ് നടക്കാണ്ട് വീട്ടിലോട്ട്. വീട്ടിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അരി തീർന്നു, അരി വാങ്ങിക്കണം. എന്നിട്ട് കഞ്ഞി വെക്കണം. കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ